നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരുമ്പിലാവിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച രണ്ടുപേരെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി. കുന്നംകുളം ചൊവ്വന്നൂർ മാന്തോപ്പ് സ്വദേശി കരിയടത്ത് വീട്ടിൽ സനൽ, മലപ്പുറം നന്നമുക്ക് പള്ളിക്കര സ്വദേശി അണ്ടനാത്ത് വീട്ടിൽ മുബഷീർ എന്നിവരാണ് പിടിയിലായത്. പോലീസുകാർ സഞ്ചരിച്ച വാഹനത്തിൽ ഇടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പിടികൂടിയത് അതിസാഹസികമായി. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകിയാണ് UDF ഭരണം നേടിയതെന്നും രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സെക്രട്ടറിയുമായ A.M. റഹീം. എരുമപ്പെട്ടിയിൽ ഡിവൈഎഫ്ഐ 16ാമത് ജില്ലാ സമ്മേളനം A.A. റഹീം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺഹാളിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം തടയാനെത്തിയ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധം. പ്രദർശനത്തിന് ടൗൺഹാൾ സൌജന്യമായി അനുവദിച്ചതിനെതിരെ തദ്ദേശ വകുപ്പ് വീണ്ടും ഉത്തരവിട്ടതിനെ തുടർന്നായിരുന്നു നടപടി. വാർത്തകൾ വിശദമായി. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച രണ്ടുപേരെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി. ഇന്ന് രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. സ്വിഫ്റ്റ് കാറിലാണ് ഇവർ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. പോലീസ് വാഹനം കൈകാണിച്ചെങ്കിലും നിർത്താതെ പോയ പ്രതികൾ പിന്നാലെ എത്തിയ പോലീസുകാർ സഞ്ചരിച്ച വാഹനത്തിൽ തങ്ങളുടെ കാറിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ രാകേഷിന്റെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പിടിയിലായ പ്രതികളിൽ നിന്നും ഏകദേശം 35 കിലോയോളം കഞ്ചാവാണ് കണ്ടെടുത്തത്. ബാംഗ്ലൂരിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ മൊഴി നൽകി. പിടിയിലായ സനൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആന്റി സോഷ്യലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. നിലവിൽ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ്. കനത്ത മഴയെ തുടർന്ന് ബ്രേക്കിട്ടതോടെ റോഡിൽ തെന്നിമാറിയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച അപകടം. കാണിപ്പയ്യൂർ കെംടെക് അക്വ സ്ഥാപനത്തിന് മുന്നിൽ ഇന്ന് രാവിലെ 8:40 അപകടമുണ്ടായത്. മറ്റം കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന കളിത്തിപ്പറമ്പിൽ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ സമയം വന്നിരുന്ന ബസ് ബ്രേക്ക് ഇട്ടതോടെ റോഡിൽ നിന്ന് തെന്നിമാറുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ മതിലിൽ ഇടിച്ചാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ റോഡരികിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റും തകർന്നു. അപകടത്തിൽ 2 യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. വാഹനത്തിന്റെ മുൻഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചു. രാവിലെ തിരക്കുള്ള സമയത്താണ് അപകടമുണ്ടായതെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത കുരുക്കുണ്ടായി. വിവരമറിഞ്ഞ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഡിവൈഎഫ്ഐ 16ാമത് ജില്ലാ സമ്മേളനത്തിന് എരുമപ്പെട്ടിയിൽ തുടക്കമായി. പ്രകടനത്തിന് ശേഷം ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ പതാക ഉയർത്തിയതോടെയാണ് സ്കൈ ഇന്റർനാഷണൽ സജ്ജമാക്കിയ സഖാവ് പുഷ്പൻ നഗറിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് തുടക്കമായത്. ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺബാബു, കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ്, ജില്ലാ സെക്രട്ടറി KS റോസൽരാജ് എന്നിവർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. സമ്മേളനത്തിൽ 18 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 400ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ A.A. റഹീം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്, വൈസ് പ്രസിഡന്റുമാരായ M. വിജിൻ MLA, ശ്യാം പ്രസാദ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി, വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KD ബാഹുലയൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, PN സുരേന്ദ്രൻ, KM അഷറഫ്, S. ബസന്തലാൽ, KA റിയാസുദ്ദീൻ, ജിഷ്ണു സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകിയാണ് UDF ഭരണം നേടിയതെന്നും രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റുമായ A.A. റഹീം പറഞ്ഞു. എരുമപ്പെട്ടിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ 16ാമത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യയാത്ര വാഗ്ദാനം നൽകിയിട്ട് ഇപ്പോൾ അത് പ്രായോഗികമല്ലെന്ന് പറഞ്ഞ് സാധാരണ സർവീസുകളിൽ മാത്രമാക്കി ഒതുക്കി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PM ശ്രീ പദ്ധതിയെ എതിർത്ത കോൺഗ്രസും ലീഗും അധികാരം ലഭിച്ചപ്പോൾ PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നത് പ്രായോഗികമല്ലെന്ന് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദിയുടെ പേരാണ് വി.ഡി. സതീശൻ. മുൻ സർക്കാർ ഒപ്പുവെച്ചത് കൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോവുക സാധ്യമല്ല, പ്രായോഗികമായത് പറ്റില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പോൾ ലളിതമായൊരു ചോദ്യം, അല്ലയോ സ്വയം പ്രഖ്യാപിത നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് നെഹ്റുവിയൻ ലെഫ്റ്റായ ശ്രീ വി.ഡി. സതീശ,
പ്രായോഗികമായി നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെയാണോ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീയിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചത്? അതുപോലെ തന്നെ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ അനുമതി നൽകാൻ കേന്ദ്ര നിയമം മൂലം സാധ്യമല്ല എന്നറിഞ്ഞിട്ടും വോട്ടിനു വേണ്ടി വാക്കു നൽകി VD സതീശൻ യുവാക്കളെ വഞ്ചിച്ചു. കേന്ദ്ര നിയമം നിലനിൽക്കുമ്പോൾ വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ, കുട്ടികളുടെ ആഗ്രഹമല്ലേ, ജൻസി അതെല്ലാം ആഗ്രഹിക്കുന്നു, അതൊക്കെ ചെയ്തു കൊടുത്തേക്കാം എന്നു പ്രഖ്യാപിച്ചത് പ്രായോഗികമായി ആലോചിക്കാതെയാണ്. ഒരു വ്യത്യാസവുമില്ലാതെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇനി സൗജന്യമായി സഞ്ചരിക്കാമെന്ന് അന്ന് പറഞ്ഞത് വോട്ടു കിട്ടാൻ പച്ചക്കള്ളം പറയുന്ന കേരളം കണ്ട ഇന്നോളമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ക്രെഡിബിലിറ്റി എന്ന വാക്ക് അടുത്തുകൂടെ പോലും പോകാൻ പറ്റാത്ത അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് ശ്രീ VD സതീശൻ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്രം ഭരിച്ച കോൺഗ്രസും BJPയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ സാമ്പത്തിക നയം തൊഴിലില്ലായ്മയും പട്ടിണിയും രൂക്ഷമാക്കി. ഇത് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയാത്ത മഹാഭൂരിപക്ഷത്തെയാണ് നരേന്ദ്രമോദി സർക്കാർ ഇവിടെ സൃഷ്ടിച്ചത്. ഈ നയം തന്നെയാണ് അധികാരത്തിലെത്തിയ VD സതീശന്റെ സർക്കാർ പിന്തുടരുന്നതെന്ന് ധവളപത്രം ഇറക്കിയതിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് 2014 മുതൽ ഈ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക മേഖലയിലെ സാമ്പത്തിക സമീപനത്തിന്റെ ഘടനാപരമായ മാറ്റങ്ങൾ അഥവാ സ്ട്രക്ചറൽ റിഫോംസിന്റെ കൃത്യമായ അഭിപ്രായ പ്രകടനമാണ് അന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത്. അന്ന് ശ്രീ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും നടപ്പിലാക്കിയത് അതേ സ്ട്രക്ചറൽ റിഫോംസിന്റെ ഘടനാപരമായ മാറ്റങ്ങളുടെ ഒരു രൂപരേഖയാണ് കേരള നിയമസഭയിൽ കുറച്ച് ദിവസം മുമ്പ് ധനകാര്യവകുപ്പ് മന്ത്രി കൂടിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവതരിപ്പിച്ച ധവളപത്രം. കോൺഗ്രസിന്റെയും BJPയുടെയും അതിതീവ്ര വലതുപക്ഷ നയങ്ങൾക്കെതിരെ കർഷകർക്കും സാധാരണക്കാർക്കും യുവാക്കൾക്കും വേണ്ടി DYFI സമര പോരാട്ട പാതയിലേക്ക് ഇറങ്ങുമെന്നും AA റഹീം പറഞ്ഞു. നിറയെ യാത്രക്കാരുമായി കുന്നംകുളത്തേക്ക് സർവീസ് നടത്തുകയായിരുന്ന സ്വകാര്യ ബസിന്റെ മുൻചക്രം വടക്കേക്കാട് സെന്ററിൽ വെച്ച് കാനയിലേക്ക് വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. രാവിലെ 9 മണിയോടെയാണ് സംഭവം. കുന്നംകുളം കുണ്ടുകടവ് റൂട്ടിലോടുന്ന മനുകൃഷ്ണ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കേക്കാട് സെന്ററിൽ നിർത്തുന്നതിന് വേണ്ടി റോഡിനരികിലേക്ക് നിർത്തിയപ്പോഴാണ് തെന്നിമാറിയത്. ആൽത്തറയിൽ നിന്നും കുന്നംകുളത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു സംഭവം. ബസ്സിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. നാട്ടുകാരും ബസ് ജീവനക്കാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് കാനയിൽ നിന്നും വാഹനം കയറ്റിയത്. ഗതാഗതവും തടസ്സപ്പെട്ടു. മഴ പെയ്ത് റോഡിൽ വെള്ളം നിൽക്കുന്നതിനാൽ ബസ്സുകൾ റോഡിൽ നിന്ന് ഇറക്കി നിർത്തുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം തടയാനെത്തിയ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു പ്രതിഷേധം. പ്രദർശനത്തിന് ടൗൺ ഹാൾ സൗജന്യമായി അനുവദിച്ചതിനെതിരെ തദ്ദേശ വകുപ്പ് വീണ്ടും ഉത്തരവിട്ടതിനെ തുടർന്നായിരുന്നു നടപടി. വൈകിട്ട് 6 മണിയോടെയാണ് നഗരസഭാ സെക്രട്ടറി ചുമതലയുള്ള മുനിസിപ്പൽ എഞ്ചിനീയർ നിഷ P. ദേവദാസ്, ജനറൽ സൂപ്രണ്ട് AB റനു, റവന്യൂ ഓഫീസർ VJ ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ടൗൺ ഹാൾ അടയ്ക്കാനെത്തിയത്. എന്നാൽ സ്ക്രീനുകളും മറ്റും അഴിച്ചുമാറ്റാൻ പ്രതിഷേധക്കാർ സമ്മതിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നാളെ കേസ് പരിഗണിക്കാനിരിക്കെ ഒരു ദിവസം കൂടെ പ്രദർശനത്തിന് അനുമതി നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ പ്രദർശനം നിർത്തിവെക്കണമെന്ന ഉത്തരവ് ഉദ്യോഗസ്ഥർ ഹാളിലെ വാതിലിൽ പതിച്ചു. ഇതിനുശേഷവും പ്രതിഷേധക്കാർ വാതിലിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർക്ക് മടങ്ങേണ്ടി വന്നു. ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാതിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് പിന്നാലെ പതിവ് പോലെ പ്രദർശനം തുടരുകയും ചെയ്തു. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ GSA എന്ന സംഘടനയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. പ്രദർശനത്തിന് ടൗൺ ഹാൾ സൗജന്യമായി അനുവദിച്ചതിൽ വിയോജിപ്പുണ്ടെന്ന് കാണിച്ച് തദ്ദേശ വകുപ്പ് നേരത്തെ നൽകിയ കത്ത് പ്രദർശനത്തെ അനിശ്ചിതത്വത്തിലാക്കിയിരുന്നു. പിന്നീട് കൗൺസിൽ തീരുമാനം നടപ്പാക്കാമെന്ന് കാണിച്ച് വകുപ്പ് തന്നെ കത്ത് നൽകിയതോടെയാണ് പ്രദർശനം ആരംഭിച്ചത്. എന്നാൽ 4 ദിവസം പിന്നിടുമ്പോഴാണ് ടൗൺ ഹാൾ സൗജന്യമായി നൽകുന്നത് നിർത്തിവെക്കണമെന്ന് കാണിച്ച് വീണ്ടും തദ്ദേശ വകുപ്പ് കത്ത് നൽകിയത്. വിഷയം സർക്കാർ തലത്തിൽ തീരുമാനമാകും വരെ ഉത്തരവ് നടപ്പാക്കണമെന്നും തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടർ ജൂൺ 17-നകം ഇതു സംബന്ധിച്ച അഭിപ്രായം അറിയിക്കുമെന്നുമാണ് കത്തിൽ പറയുന്നത്. ദുർഗന്ധം വമിക്കുന്ന ഹോട്ടൽ മാലിന്യം ഒഴുക്കിവിടുന്നതായി പരാതി.
താഴത്തെ അക്കിക്കാവിലുള്ള ഹോട്ടലിൽ നിന്നുമുള്ള മാലിന്യം ഹോട്ടലിന് സമീപത്ത് തന്നെയുള്ള ഓപ്പൺ ടാങ്കിലേക്ക് തുറന്നുവിട്ടുവെന്ന് ആരോപിച്ച് സമീപത്തെ ബ്യൂട്ടി പാർലർ ഉടമ ആരോഗ്യവകുപ്പിന് പരാതി നൽകി. അതീവ ദുർഗന്ധം വമിക്കുന്ന മലിനജലമാണ് ഹോട്ടൽ അധികൃതർ ഒഴുക്കിവിടുന്നതെന്നും സാംക്രമിക രോഗങ്ങൾ പകരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഉടൻ നടപടിയെടുക്കണമെന്നും ബ്യൂട്ടി പാർലർ ഉടമ ഷീബ ആവശ്യപ്പെട്ടു. ഹോട്ടലിന്റെ പുറകുവശത്തെ പറമ്പിലും മലിനജലം ടാങ്കുകളിൽ കെട്ടിനിൽക്കുന്നതായും പരാതിയിൽ പറയുന്നു. നവമണലൂർ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡ് വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, എഞ്ചിനീയർമാർ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ നിലവിലെ പദ്ധതികളുടെ അവലോകനവും പുതിയ പദ്ധതികളുടെ ചർച്ചയും നടന്നു. മണ്ഡലത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്തിലെയും ഗ്രാമീണ റോഡുകളെക്കുറിച്ചും സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MP സജീബ, മിനി മോഹൻദാസ്, ഡോക്ടർ ആന്റോ ലിജോ, ഗ്രേസി ജേക്കബ്, സിജി മോഹൻദാസ്, സിനി പ്രസാദ്, CL ജോൺസൺ, IK സുധീഷ്, എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാംപറമ്പിൽ, സലീജ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത, എളവള്ളി പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ഇസ്ലാമിക കലണ്ടർ പ്രകാരം പുതുവർഷമായ മുഹറം 1 ഇന്ന്. വിശ്വപ്രധാനമായ മുഹറം 9, 10, ജൂൺ 25, 26 വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ആചരിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാനമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറം. മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ദുൽഹജ്ജ് 29 ചൊവ്വാഴ്ച പൂർത്തിയാക്കി. മുഹറം 1 ജൂൺ 17 ബുധനാഴ്ചയായിരിക്കുമെന്നും ഇതിലെ ഏറ്റവും പ്രധാന ദിവസങ്ങളായ മുഹറം 9, 10 വ്രതാനുഷ്ഠാനം ജൂൺ 25, 26 തീയതികളിൽ അനുഷ്ഠിക്കാനും സംയുക്ത മഹല്ല് ഖാദിമാർ പ്രഖ്യാപിച്ചു. ഹിജ്റ കലണ്ടറിലെ ആദ്യമാസമായ മുഹറം ഒരു പുതുവർഷത്തിന്റെ തുടക്കം മാത്രമല്ല, വിശ്വാസം, ത്യാഗം, പ്രത്യാശ, നന്ദി എന്നിവയുടെ അടയാളം കൂടിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാനമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണിത്. ഇസ്ലാമിക നിയമപ്രകാരം യുദ്ധം നിഷിദ്ധമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം. മുഹറം 9, 10 ദിവസങ്ങളെ താസുഅ, ആശൂറ എന്നിങ്ങനെ വിളിക്കുന്നു. മുസ്ലിങ്ങൾ ഈ ദിവസങ്ങളിൽ ഐച്ഛിക വ്രതം അനുഷ്ഠിക്കുന്നു. പ്രവാചകന്മാരെ വിവിധ പരീക്ഷണങ്ങളിൽ നിന്നും ശത്രുശല്യങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടുത്തിയ ദിവസമാണിതെന്നാണ് വിശ്വസിക്കുന്നത്. പ്രവാചകൻ മൂസയെയും അനുയായികളെയും ഫറോവയിൽ നിന്ന് രക്ഷിച്ച ദിനമെന്ന നിലയ്ക്കും ആശൂറ ദിവസത്തെ കണക്കാക്കുന്നു. ഫറോവ കടലിൽ മുങ്ങിമരിക്കുന്നതും മുഹറം 10-നാണ്. സുലൈമാൻ നബിക്ക് രാജാധികാരം ലഭിച്ചതും നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ അള്ളാഹു രക്ഷിച്ചതും ഇസ്ലാമിക ചരിത്രത്തിലെ കർബല യുദ്ധവും പ്രവാചകപുത്രൻ ഹുസൈന്റെ രക്തസാക്ഷ്യവും ഈ ദിനത്തിലായിരുന്നു. യൂസുഫ് നബി കിണറിൽ നിന്ന് രക്ഷപ്പെട്ടതും യൂനുസ് നബി തിമിംഗലവയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതും ഈ മാസത്തിലാണ്. നോമ്പ്, ദുആ, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ തുടങ്ങിയവയിലൂടെ വിശ്വാസികൾ ആത്മീയ ജീവിതം ശക്തിപ്പെടുത്തുന്ന സമയമാണ് മുഹറം. ശക്തമായ മഴയിലും കാറ്റിലും ചങ്ങരംകുളം മൂക്കുതല കാഞ്ഞൂർ ആലിൻചുവട്ടിൽ റോഡരികിൽ നിന്നിരുന്ന ഭീമൻ ആൽമരം കടപുഴകി റോഡിലേക്ക് വീണു. രാവിലെ 8:15 സംഭവം. അപകടത്തിൽ ആളപായമില്ല. മരം റോഡിന് കുറുകെ വീണതിനെ തുടർന്ന് ചങ്ങരംകുളം, പുത്തൻപള്ളി, ചേലക്കടവ് ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ്, പോലീസ്, KSEB ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ സ്ഥലത്തെത്തി. കുന്നംകുളത്ത് അധികൃതരുടെ കണ്ണ് തുറക്കില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരം പറയേണ്ടി വരും. പൈപ്പ് പൊട്ടി റോഡ് തകർന്നിട്ട് ആഴ്ചകളായി. അപകട ഭീതിയിലാണ് യാത്രക്കാർ. സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിന് മുൻപിലെ പ്രധാന റോഡാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി മാറിയത്. എന്നിട്ടും അധികൃതർക്ക് കണ്ട ഭാവമില്ല. പൈപ്പ് പൊട്ടിയുണ്ടായ കുഴി യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് റോഡ് പൂർണ്ണമായും തകരാൻ കാരണം. തൃശൂർ റോഡിനെ വടക്കാഞ്ചേരി റോഡുമായി ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ പാതയിലൂടെയുള്ള യാത്ര ഇപ്പോൾ അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ മെയ് 21 നാട്ടുകാർ ഈ വിഷയം ജല അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണെങ്കിലും ആഴ്ചകൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. ബന്ധപ്പെട്ടവരുടെ കടുത്ത അനാസ്ഥ കാരണം ശക്തമായി വെള്ളമൊഴുകി റോഡ് പൂർണ്ണമായും തകർന്ന് വലിയ കുഴികളായി മാറി. ഈ പ്രദേശം അപകട കെണിയായി മാറിയിരിക്കുകയാണ് നിലവിൽ. മികച്ച രീതിയിൽ ടാർ ചെയ്തിരുന്ന റോഡിൽ സ്റ്റേഡിയത്തിന് തൊട്ടുമുൻപിൽ റോഡ് വളയുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത് എന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ആഴമറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡിലേക്ക് തെറിച്ചു വീണ ചരലുകളിലും കല്ലുകളിലും കയറി ഇരുചക്രവാഹനങ്ങൾ തെന്നിവീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും പതിവായിരിക്കുകയാണ്.
തൃശൂർ റോഡിനെ വടക്കാഞ്ചേരി റോഡുമായി ബന്ധിപ്പിക്കുന്ന പട്ടണത്തിലെ ഏറ്റവും തിരക്കേറിയ പാതയിലൂടെയാണ് മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലേക്കുൾപ്പെടെ രോഗികളുമായി നൂറുകണക്കിന് ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്നത്. നിരവധി മത്സരങ്ങൾക്ക് വേദിയാകുന്ന സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥികളും ദിവസവും വ്യായാമത്തിനായി എത്തുന്ന നിരവധി ജനങ്ങളും വലിയ ഭീതിയോടെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായിട്ടും CCTV ന്യൂസിൽ 2 തവണ വാർത്ത നൽകിയിട്ടും ഒരു കുഴി പോലും അടയ്ക്കാൻ ഇതുവരെയും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കുടിവെള്ളം പാഴാകുന്നത് അടിയന്തരമായി തടയാനും റോഡിലെ അപകടാവസ്ഥ പരിഹരിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ബന്ധപ്പെട്ട അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഫിഫ ലോകകപ്പ് 2026നോടനുബന്ധിച്ച് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. എന്റെ ലക്ഷ്യം ലഹരിയേക്കാൾ വലുതാണ് എന്ന സന്ദേശമുയർത്തിയാണ് വിദ്യാർത്ഥികൾ അണിനിരന്ന റാലി നടത്തിയത്. സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ബോധവൽക്കരണ റാലി മുനിസിപ്പൽ ജംഗ്ഷൻ, ഗുരുവായൂർ റോഡ്, പഴയ ബസ് സ്റ്റാൻഡ് വഴി സഞ്ചരിച്ച് നഗരം ചുറ്റിയ സ്കൂൾ പരിസരത്ത് സമാപിച്ചു. ഫിഫ ലോകകപ്പിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന കേരള ഗോൾ 2026 ക്യാമ്പയിന് കീഴിൽ മില്യൺ തൂഫാൻ ഗോൾസ് അറ്റ് ഫിഫ വേൾഡ് കപ്പ് 2026 എന്ന പരിപാടിയുടെ ഭാഗമായാണ് റാലി നടത്തിയത്. കായിക രംഗത്തോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിനോടൊപ്പം യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോധവൽക്കരണം നടത്തിയത്. അധ്യാപകർ നേതൃത്വം നൽകി. മരത്തംകോട് MPM UP സ്കൂളിൽ മില്യൺ തൂഫാൻ ഗോൾ 2026 പരിപാടിക്ക് തുടക്കമായി. ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ ഫാദർ സജി കുളങ്ങാട്ടിൽ സ്വാഗതം പറഞ്ഞു. സ്കൂളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനും കുട്ടികളിൽ കായിക വിനോദങ്ങളോടുള്ള താൽപര്യം വളർത്തുന്നതിനും ലഹരി ഉപയോഗം ഒഴിവാക്കാനുമാണ് കിക്ക് ഓഫ് 2026 ടൂർണമെന്റ് നടത്തുന്നത്. സാമൂഹ്യ പ്രവർത്തകനായ വിജയൻ മാസ്റ്റർ ലോകകപ്പ് ഫുട്ബോൾ ക്യൂസ് മത്സരം, തൂഫാൻ ഗോൾ കിക്ക് ഓഫ് എന്നിവയ്ക്ക് നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്ത് മെമ്പറും PTA പ്രസിഡന്റുമായ അബ്ദുൾ റഹീം ആശംസകൾ നേർന്നു. വ്യത്യസ്ത രാജ്യങ്ങളുടെ ജേഴ്സികൾ അണിഞ്ഞ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ കളി കാണാനും പിന്തുണയ്ക്കാനും ഗ്രൗണ്ടിലേക്ക് എത്തിയത്. ഫുട്ബോൾ ക്യൂസിൽ നിന്നും 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കിയ നിഹാലിനെയും ബിലാലിനെയും അനുമോദിച്ചു. സ്പോർട്സ് കൺവീനർ PB അനു, റിൻസി, സോന, മറ്റ് അധ്യാപകരായ സീനത്ത്, ലിന, ജിന, സ്റ്റെഫി, സ്നേഹ, ഷെമീറ, ഡേസി, ലിജിൻ എന്നിവർ നേതൃത്വം നൽകി. മൺസൂൺ കാലത്തെ വറുതിയിലും തീരദേശ ജനതയ്ക്ക് ആശ്വാസമേകി സുന്നി യുവജന സംഘം. സംഘടനയുടെ സംസ്ഥാന വ്യാപകമായ സാമൂഹിക സാന്ത്വന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ സഹായ പദ്ധതിയുടെ കീഴിൽ അർഹരായ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ഫിഷിംഗ് ബോട്ട് വിതരണം ചെയ്തു. ചാവക്കാട് മേഖലയിലാണ് ഒരു കുടുംബത്തിന് സ്ഥിര വരുമാനവും ജീവിതമാർഗവും ഉറപ്പാക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയത്. മുനയ്ക്കക്കടവ് ഹാർബറിൽ നടന്ന സഹായ വിതരണ ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ പ്രസിഡന്റ് നിസാർ സഖാഫി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസിൽ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM അബ്ദുൾ മനാഫ്, മെമ്പർമാരായ RK ഇസ്മയിൽ, അഷ്കർ അലി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ജലാൽ ഹാജി, ഹൈദ്രോസ് കോയ് തങ്ങൾ, അബ്ദുൾ വാഹിദ് നിസാമി തുടങ്ങിയവർ സംസാരിച്ചു. സൈഫുദ്ദീൻ PM സ്വാഗതവും നിഷാർ മേച്ചേരിപ്പടി നന്ദിയും പറഞ്ഞു. പരസഹായമില്ലാതെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് SYS സ്വയം തൊഴിൽ പദ്ധതി ആവിഷ്കരിച്ചത്. സഹായ വിതരണത്തിന്റെ 3ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നത്. നേരത്തെ 5 ബോട്ടുകൾ വിതരണം ചെയ്തിരുന്നു. കേവലം താൽക്കാലിക സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിനപ്പുറം ഒരു കുടുംബത്തെയാകെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ ഇത്തരം ദീർഘവീക്ഷണമുള്ള പദ്ധതികൾക്ക് സാധിക്കുമെന്ന് SYS ഭാരവാഹികൾ പറഞ്ഞു. മത്സ്യബന്ധനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന തീരദേശവാസികൾക്ക് ബോട്ട് പോലെയുള്ള വലിയ സജ്ജീകരണങ്ങൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രയാസകരമാണ്. ഈ സാഹചര്യത്തിലാണ് കാരുണ്യത്തിന്റെ കൈത്താങ്ങുമായി SYS മുന്നോട്ട് വന്നത്. വിതരണം ചെയ്ത ഫിഷിംഗ് ബോട്ട് ഉപയോഗിച്ച് ഒന്നിലധികം ആളുകൾക്ക് തൊഴിൽ കണ്ടെത്താനും അതുവഴി കുടുംബങ്ങൾക്ക് സ്ഥിര വരുമാനത്തിനും അവസരമൊരുങ്ങും. വരാനിരിക്കുന്ന ഓണക്കാലത്ത് നഗരസഭയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുന്നംകുളം നഗരസഭയിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ചെണ്ടുമല്ലി തൈകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. ഓണത്തിന് വിളവെടുപ്പ് നടത്താൻ പാകത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. നഗരസഭയിൽ നടന്ന ചടങ്ങിൽ തൈകളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. ഓണക്കാലത്ത് വിപണിയിൽ ആവശ്യക്കാരുള്ള പൂക്കളും വിഷരഹിത പച്ചക്കറികളും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കുടുംബശ്രീ അംഗങ്ങളെ പ്രാപ്തരാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ CDS-1 വൈസ് ചെയർപേഴ്സൺ ഷീജ ജയൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, CDS-2 ചെയർപേഴ്സൺ KA രമണി, മെമ്പർ സെക്രട്ടറി ബിന്നു, നഗരസഭാ സെക്രട്ടറി KK മനോജ്, വിവിധ സ്ഥിരം സമിതി അധ്യക്ഷർ, കൌൺസിലർമാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
പുന്നേർകുളം സാഹിത്യ സമിതിയുടെ 2026 അശോകൻ നാലാപ്പാട്ട് സ്മാരക വായനശാല അവാർഡ് ജൂൺ 19 വായനാ ദിനത്തിൽ ചേലക്കര സ്വദേശി PC രാഹുലിന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പുന്നേർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വായനാക്കുറിപ്പും വായനാ പരിപോഷണ പ്രവർത്തനങ്ങളും വിലയിരുത്തി 5-അംഗ അവാർഡ് കമ്മിറ്റിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ചേലക്കര ഗ്രാമം സ്വദേശിയായ രാഹുൽ കാലിക്കറ്റ് സർവകലാശാലയിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ ഗവേഷകനാണ്. വായനാ ദിനത്തിൽ കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ PN ഗോപികൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. 11,001 രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാഹിത്യസമിതി പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ജനറൽ കൺവീനർ KB സുകുമാരൻ ആമുഖ പ്രഭാഷണം നടത്തും. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, വന്നേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ രമണി അശോകൻ നാലപ്പാട്ട് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വടക്കേക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ PP ജസ്റ്റിൻ, വാർഡ് മെമ്പർ അനിത ധർമ്മൻ, കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ P ഗോപാലൻ, നാലപ്പാടൻ സ്മാരക സമിതി ജനറൽ കൺവീനർ സരിത അശോകൻ, സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാഹുലയൻ താമരശ്ശേരി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ സാഹിത്യ സമിതി പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്റർ, സെക്രട്ടറി TM ഡെറിപ്പോൾ, ജനറൽ കൺവീനർ KB സുകുമാരൻ, ട്രഷറർ ഷാജൻ വാഴപ്പുള്ളി, ദിവാകരൻ പനന്തറ തുടങ്ങിയവർ അറിയിച്ചു. വായന അവാർഡ് കൊണ്ട് സമിതി ഉദ്ദേശിക്കുന്നത് നല്ല വായനക്കാരെ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു സംഗതിയാണ്. അത് പുന്നേർകുളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ അശോകൻ നാലപ്പാട്ടിൻ്റെ സ്മാരകമായിട്ടാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര സ്വദേശിയായ രാഹുൽ PC എന്ന് പറഞ്ഞ ആളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ റിസർച്ച് സ്കോളറാണ്, ഗവേഷകനാണ്. അദ്ദേഹത്തിന് ഈ പുരസ്കാരം 2026 ജൂൺ 19 വെള്ളിയാഴ്ച വായനാ ദിനത്തിലെ വൈകിട്ട് 4:30 കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ്റെ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചാണ് പരിപാടി. കവിയും സാംസ്കാരിക പ്രവർത്തനമായിട്ടുള്ള PN ഗോപികൃഷ്ണൻ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വേദിയിൽ വെച്ചിട്ട് നമ്മൾ രാഹുലിനെ പുരസ്കാരം സമ്മാനിക്കും. 10,001 രൂപ, അതുപോലെ പ്രശംസ ഫലകം, അതുപോലെ സർട്ടിഫിക്കറ്റ്, ഇത് മൂന്നും ഉൾക്കൊള്ളുന്നതാണ് അവാർഡ്. അർജന്റീന ആരാധകരുടെ നേതൃത്വത്തിൽ മന്നലാംകുന്ന് ബീച്ചിൽ മരം നട്ട് ലോകകപ്പിലെ മെസ്സിയുടെ ഹാട്രിക് ഗോളിന്റെ ആഘോഷം. കാൽപന്ത് കളിയുടെ ആരവം ഉയർന്നതോടെ മന്നലാംകുന്ന് ബീച്ച് ഇനി അർജന്റീനയിലെ റുസാരിയോ ബീച്ച് പോലെ ആവേശക്കാനാണ് ആരാധകരുടെ ശ്രമം. അർജന്റീനയുടെ കൊടിത്തോരണങ്ങളും കളിക്കാരുടെ ഫ്ലക്സുമെല്ലാം നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിൻഷെയർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ബീച്ചിൽ ബിഗ് സ്ക്രീൻ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്. 100 കണക്കിന് ആളുകളാണ് ദിവസവും ബീച്ചിൽ കളി കാണാനെത്തുന്നത്. ലോക ചാമ്പ്യന്മാരുടെ ആദ്യ മത്സരത്തിൽ തന്നെ ഹാട്രിക് നേടി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച മെസ്സിക്ക് വേണ്ടിയാണ് ഈ ദിനത്തിൽ ഓർമ്മമരം നട്ടത്. തുടർന്ന് മധുരപലഹാരം വിതരണം നടത്തി ടീമിന്റെ വിജയം ആഘോഷിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ചുവടുവയ്പായി പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ പ്രൈമറി റോബോട്ടിക്സ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ സർഗാത്മകതയും സാങ്കേതിക നൈപുണ്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലാബ് സജ്ജമാക്കിയിട്ടുള്ളത്. പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ പ്രിൻസിപ്പൽ സലീന ഖാദർ ഉൾപ്പെടെ വിവിധ സെഷനുകളിലെ ജൂനിയർ പ്രിൻസിപ്പൽമാരും പങ്കെടുത്തു. IIT മദ്രാസ് പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ സണ്ണി ശർമ്മയുടെ സാന്നിധ്യത്തിൽ ക്യൂവിംഗ്സ് പ്രതിനിധികൾ റോബോട്ടിക്സ് കിറ്റുകളുടെയും പഠന മൊഡ്യൂളുകളുടെയും തത്സമയ പ്രദർശനം നടത്തി. പുതിയ റോബോട്ടിക്സ് ലാബ് വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക ലോകത്തെ അടുത്തറിയാനും സൃഷ്ടിപരമായ പഠനാനുഭവങ്ങളിലൂടെ 21-ാം നൂറ്റാണ്ടിലെ അനിവാര്യ നൈപുണ്യങ്ങൾ വികസിപ്പിക്കാനുമുള്ള മികച്ച അവസരങ്ങൾ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ലോകകപ്പ് 2026 ആവേശത്തിമിർപ്പിൽ ഫിഫ മാനിയ 2026 സംഘടിപ്പിച്ച കുന്നംകുളം പ്രൊവിൻസ് റെസിഡൻഷ്യൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പെനാൽറ്റി ഷൂട്ടൌട്ട്, സൗഹൃദ ഫുട്ബോൾ മത്സരം, ജേഴ്സി ഫസ്റ്റ് എന്നിങ്ങനെയുള്ള ആഘോഷ പരിപാടികൾ ക്യാമ്പസ് ടർഫിൽ സംഘടിപ്പിച്ചു. അധ്യാപകരായ ആൽഫിൻ, C ജോസ്, സാബിദ്, ഫവാസ്, അഡ്വക്കേറ്റ് ലിജേഷ്, കൃഷ്ണദാസ്, MC ജെയ്സൺ, ലൂക്കോസ് എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗമായി 1 മില്യൺ തൂഫാൻ ഗോൾ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ GP ശ്രേയസും ഹെഡ്മിസ്ട്രസ് വീണ വേണുഗോപാലും ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ കുട്ടികൾ ഗോളടിച്ചത് പരിപാടിയുടെ മാറ്റുകൂട്ടി. സ്കൂൾ കായിക അധ്യാപകൻ J അച്ചു നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,850 രൂപ, പവന് 1,10,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ,
കുന്നംകുളം. വെള്ളി ഗ്രാമിന് 265 രൂപ. ചരമം. കുന്നംകുളം ഗേൾസ് ഹൈസ്കൂളിന് സമീപം ചെറുവത്തൂർ പരേതനായ ഇട്ടൂപ്പ് മകൻ വിൽസൺ നിര്യാതനായി 65 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തി. പരേതയായ ജെസ്സി ഭാര്യയും വിനിൽ ജിൻസി എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി കുന്നത്തുപറമ്പ് കണ്ടംപുള്ളി പരേതനായ ശ്രീധരൻ മകൻ സുഭാഷ് നിര്യാതനായി 46 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രുക്മണി മാതാവും ബീന ഭാര്യയുമാണ്. അതുൽ കൃഷ്ണ, അഭിനവ്, അക്ഷയ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ പുത്തംപള്ളി പൊന്നരാശ്ശേരി പരേതനായ ശങ്കരൻ ഭാര്യ കമലാക്ഷി നിര്യാതയായി 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വീട്ടുവളപ്പിൽ നടത്തും. ബാബുരാജ്, രഘുനാഥ്, മോഹിനി, ഹേമന്ത, പ്രേമ, രജനി, രതി, ബിന്ദു എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പെരുമ്പിലാവിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 പേരെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി. കുന്നംകുളം ചൊവ്വന്നൂർ മാന്തോപ്പ് സ്വദേശി കരിയടത്ത് വീട്ടിൽ സനൽ, മലപ്പുറം നന്നമുക്ക് പള്ളിക്കര സ്വദേശി അണ്ടനാത്ത് വീട്ടിൽ മുബഷീർ എന്നിവരാണ് പിടിയിലായത്. പോലീസുകാർ സഞ്ചരിച്ച വാഹനത്തിലിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പിടികൂടിയത് അതിസാഹസികമായി. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകിയാണ് UDF ഭരണം നേടിയതെന്നും രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റുമായ എ റഹീം. എരുമപ്പെട്ടിയിൽ ഡിവൈഎഫ്ഐ 16ാമത് ജില്ലാ സമ്മേളനം റഹീം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം തടയാനെത്തിയ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധം. പ്രദർശനത്തിന് ടൗൺ ഹാൾ സൗജന്യമായി അനുവദിച്ചതിനെതിരെ തദ്ദേശ വകുപ്പ് വീണ്ടും ഉത്തരവിട്ടതിനെ തുടർന്നായിരുന്നു നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.